ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദു ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹാദരണീയരായ സഹോദരീ സഹോദരന്മാർ, സൂറ അൽ മാഇദ അതിലെ 45-ാമത്തെ ആയത്ത് മുതലാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. കഴിഞ്ഞ ആയത്തുകളിലൊക്കെ തന്നെ വേദക്കാരായ ആളുകൾ, പ്രത്യേകിച്ച് ബനി ഇസ്രായേലിലെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അനുയായികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അവതരിപ്പിച്ച് നൽകിയിട്ടുള്ള തൗറാത്തിൽ അതിൻ്റെ വിധി നടപ്പിലാക്കുന്ന സന്ദർഭത്തിൽ അവർ കാട്ടിയിട്ടുള്ള അന്യായങ്ങളെയും വേദപുസ്തകത്തിലെ നിയമങ്ങൾക്ക് വിരുദ്ധമായി അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അവർ അതിൽ നടത്തിയിട്ടുള്ള കൈകടത്തലുകളെയും ഒക്കെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അത് നടപ്പിലാക്കുന്നതിൽ തങ്ങളുടെ കൂട്ടത്തിലെ പ്രമാണിമാരായ ആളുകൾ തെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഇളവ് അനുവദിക്കുകയും, എന്നാൽ സാധാരണക്കാരായ ആളുകളിലാണ് തെറ്റുകളും കുറ്റങ്ങളും സംഭവിക്കുന്നത് എങ്കിൽ അതിൻ്റെ ശിക്ഷാ നടപടികൾ നടപ്പിലാക്കുന്നതിൽ കാർക്കശ്യം പുലർത്തിയിരുന്നൊരു രീതി ഉണ്ടായിരുന്നു. അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ ഖുർആനിൻ്റെ ഈ തുടർന്നുള്ള ആയത്തുകളിൽ നമ്മൾ പഠിച്ചത്. ഇനിയുമുള്ള ആയത്തുകൾ ആ കാര്യം തന്നെയാണ് നമുക്ക് വിശദീകരിച്ചു. കഴിഞ്ഞ ആഴ്ച നമ്മൾ അവസാനമായി മനസ്സിലാക്കിയത്, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു കൊടുത്ത വേദപുസ്തകമായ തൗറാത്തിൽ അവർക്കുള്ള സന്മാർഗ ദർശനമുണ്ട്. അതേപോലെ തന്നെ ജീവിതത്തിലേക്ക് പ്രകാശം നൽകുന്ന വിധത്തിലുള്ള ഉപദേശങ്ങളുമുണ്ട്. അതാണ് ഇന്നാ അൻസൽന തൗറാത്ത ഫീഹാ ഹുദം വ നൂർ. അല്ലാഹുവിൻ്റെ എല്ലാ വേദപുസ്തകങ്ങളുടെയും അടിസ്ഥാനം അത് തന്നെയാണ്. ജനങ്ങൾക്കുള്ള മാർഗദർശനമാണ് സത്യത്തിലേക്ക്, അതാണ് ഹുദ. പിന്നെ അവർക്കറിയാത്ത കാര്യങ്ങൾ, അവർക്ക് അജ്ഞാതമായ കാര്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ദൈവിക പ്രകാശം, അതാണ് നൂർ. ആ ഹുദയും നൂറും കൊണ്ടാണ് കഴിഞ്ഞ കാലത്ത് ഇവിടെ ആഗതരായിട്ടുള്ള എല്ലാ പ്രവാചകന്മാരും വിധി നടപ്പിലാക്കിയത്. യഹ്കുമു ബിഹൻ നബിയ്യൂനല്ലദീന അസ്ലമു. തങ്ങളുടെ ജീവിതത്തെ അള്ളാഹുവിന് സമർപ്പിച്ച എല്ലാ അമ്പിയാക്കളും ചെയ്ത തങ്ങളുടെ ദൗത്യം അതായിരുന്നു എന്ന്. ഇത് തന്നെയാണ് ജൂതവിഭാഗത്തിലുള്ള ആളുകളും അവരിലെ പുരോഹിതന്മാരും അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിച്ച റബ്ബാനികളായ ആളുകളുമൊക്കെ നിർവഹിച്ചത്. കാരണം എന്താ? ബിമസ്തുഹ്ഫിദൂ മിൻ കിതാബില്ലാഹ്. അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥത്തെ ഇത് നടപ്പിലാക്കിക്കൊണ്ട് സംരക്ഷിക്കുക എന്നത് അവരോട് കൽപ്പിക്കപ്പെട്ടൊരു കാര്യമായിരുന്നു. വക്കാനു അലൈഹി ശുഹദ. അതിൻ്റെ സാക്ഷികളായിക്കൊണ്ട് തന്നെയാണ് അവർ ജീവിച്ചിട്ടുള്ളത്. എന്നിട്ട് റസൂലിനോടുള്ളൊരു കൽപ്പനയാണ്, നബിയെ നിങ്ങളും എന്ത് വേണം? ഫലാ തഖ്ശൗന്നാസ വഖ്ശൗനി. വിശുദ്ധ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വിധി കൽപ്പിക്കുകയാണെങ്കിൽ ജനങ്ങളെ നിങ്ങൾ പേടിക്കേണ്ടതില്ല. പേടിക്കേണ്ടത് ആരെയാണ്? അല്ലാഹുവിനെയാണ് പേടിക്കേണ്ടത്. അതേത് കാലത്തും വിശ്വാസികളായ ആളുകൾ നെഞ്ചേറ്റേണ്ട ഒരു വിശുദ്ധമായ നിലപാടും ആദർശവുമാണ്. വലാ തശ്തറൂ ബിആയാതി സമനൻ ഖലീല വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. അല്ലാഹുവിൻ്റെ ഈ ആയത്തുകളെ നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരിക്കലും വിൽക്കാൻ പോകരുത്. അല്ലാഹുവിൻ്റെ നിയമങ്ങളെ, അള്ളാഹു ഇറക്കിത്തന്ന നിയമങ്ങളെ തങ്ങളുടെ ജീവിതത്തിൽ കൽപ്പനകളായി വിധികളായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, അങ്ങനെ ആരെങ്കിലും വിധി കൽപ്പിച്ചിട്ടില്ലെങ്കിൽ അവർ ഫഉലൈക ഹുമുൽ കാഫിറൂൻ, അവർ അവിശ്വാസികളാകുന്നു.
ഇനി കതബിന അലൈഹിം, നാം അവരുടെ മേൽ നിയമമാക്കിയിരിക്കുന്നു. കതബ എന്ന് പറഞ്ഞാൽ എന്താ? എഴുതി രേഖപ്പെടുത്തി എന്ന പോലെ തന്നെ നമ്മൾ കതബക്ക് പഠിച്ചൊരർത്ഥാണ് എന്ത്? നിയമമാക്കി. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങളുടെ മേൽ നോമ്പ് നിയമമാക്കിയിരിക്കുന്നു, നിർബന്ധമാക്കിയിരിക്കുന്നു എന്നൊക്കെ അർത്ഥം. ഇതാണ് വകതബിന അലൈഹിം ഫീഹാ, അങ്ങനെ നാം അവരുടെ മേൽ അതിൽ നിയമമാക്കിയിട്ടുണ്ട്. അവരുടെ മേൽ എന്ന് പറഞ്ഞാൽ ആരുടെ മേൽ? ഇതിനു മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തിനെ കുറിച്ചാണ്? തൗറാത്തിനെ കുറിച്ചാണ്. അത് ആർക്ക് അവതരിച്ചതാണ്? ജൂതന്മാർക്ക് അവതരിച്ചതാണ്. അപ്പോൾ ഈ ജൂത സമൂഹത്തിൻ്റെ മേൽ അലൈഹ എന്ന് പറഞ്ഞതാണ്, അലൈഹിം എന്ന് പറഞ്ഞത്. ഫീഹ എന്ന് പറഞ്ഞാൽ ഫി തൗറാത്ത്. അപ്പോൾ തൗറാത്തിൽ ആ ജൂതന്മാരായ ആളുകൾക്ക് നാം നിയമമാക്കിയിട്ടുണ്ട്. വകതബ്നാ അലൈഹിം ഫീഹാ അന്നൻ നഫ്സ ബിൻ നഫ്സി വൽ ഐന ബിൽ ഐൻ വൽ അൻഫ ബിൽ അൻഫി വൽ ഉദ്ന ബിൽ ഉദ്നി വസ്സിന്ന ബിസ്സിന്നി വൽ ജുറൂഹ ഖിസാസ് فمن تصدق به فهو كفارة له ومن لم يحكم بما أنزل الله فأولئك هم الظالمون. അപ്പോൾ അവരുടെ മേൽ അള്ളാഹു വിധിച്ചിരുന്ന ചില നിയമങ്ങളെ ഇവിടെ എടുത്ത് പ്രത്യേകം പറയുകയാണ്. അന്നൻ നഫ്സ ബിൻ നഫ്സ്. നഫ്സ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി, ഒരാൾ. ഒരു വ്യക്തിക്കും ആൾക്കും എന്തുണ്ടാവും? ജീവനുണ്ടാവും. അവർ ജീവൻ എന്നും പറയാം. അന്നൻ നഫ്സ ബിൻ നഫ്സ്. ഒരു വ്യക്തി അയാൾ വധിക്കപ്പെടുകയാണെങ്കിൽ അതിന് പകരം വേറൊരാളെ വധിക്കണം. അപ്പോൾ തടിക്ക് തടി, വ്യക്തിക്ക് വ്യക്തി, ജീവന് ജീവൻ. അതാണ് അന്നൻ നഫ്സ ബിൻ നഫ്സ്. അപ്പോൾ അന്ന് അവർ നടപ്പിലാക്കിയിരുന്ന പ്രതിക്രിയ ഇങ്ങനെയായിരുന്നു. അന്നൻ നഫ്സ ബിൻ നഫ്സി വൽ ഐന ബിൽ ഐൻ. ഇനി പരിക്ക് പറ്റുന്ന ഒരാളുടെ കണ്ണാണ് അടിച്ച് പൊട്ടിച്ചു എന്ന് വിചാരിച്ചു. അതിന് പകരം എന്ത് ചെയ്യണം? ഒരു കണ്ണ് അടിച്ചാണ് പൊട്ടിക്കും. അൽ ഐന ബിൽ ഐന. വലത്തേ കണ്ണിന് വലത്തേ കണ്ണ്, ഇടത്തേ കണ്ണിന് ഇടത്തേ കണ്ണ്. വലത്തേ കണ്ണില്ലാത്ത ആണ് ഒരാളുടെ വലത്തേ കണ്ണിന് അടിച്ചില്ലാതാക്കിയത്. ഇയാൾക്ക് എന്തേ ഉള്ളൂ? ഇടത്തേ കണ്ണുള്ളൂ. അത് പകരത്തിന് പകരം എന്നതാണ് അവിടെ ഉള്ളത്. വൽ ഐന ബിൽ ഐൻ വൽ അൻഫ ബിൽ അൻഫ്. മൂക്കിന് മൂക്ക്, മൂക്ക് പിന്നെ ഒന്നേ ഉണ്ടാവുള്ളൂ അല്ലേ? ഇടത് വലത് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. വൽ അൻഫ ബിൽ അൻഫ്, പകരത്തിന് പകരം. വൽ ഉദ്ന ബിൽ ഉദ്ൻ, ചെവിക്ക് ചെവി, കാതിന് കാത്. വസ്സിന്ന ബിസ്സിന്ന്, പല്ലിന് പല്ല്. ഈ ആക്സിഡൻറ്റിലൊക്കെ പല്ല് പൊട്ടിപ്പോയാലൊക്കെ അല്ലേ, അത് ഈ പല്ല് ഇത്ര പ്രായത്തിലുള്ള കുട്ടിക്കാണ് സംഭവിക്കുന്നത്. പല്ല് ചിലപ്പോൾ മുളച്ചു വരുന്ന ഇതൊക്കെ ആണെങ്കിൽ ഉണ്ടാകും. അപ്പോൾ ശരിക്കും പല്ല് പൊട്ടി പോയി നഷ്ടപ്പെട്ട് പിന്നെ അത് രണ്ടാമത് ഉണ്ടാകാത്തൊരു പ്രായത്തിൽ നഷ്ടപ്പെടുന്നതും മുളച്ചു വരാൻ സാധ്യതയുള്ളൊരു പ്രായത്തിൽ നഷ്ടപ്പെടുന്ന രണ്ട് വ്യത്യാസമുണ്ട്. ഇതൊക്കെ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ വേറെയാണ്. അവ സിന്ന ബിസിൻ, പല്ലിന് പല്ല്. വൽ ജുറൂഹ ഖിസാസ്. ജുറൂഹ് എന്ന് പറഞ്ഞാൽ മുറിവുകൾ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടി ശണ്ട കൂടി പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്ത് പരിക്കാണോ പറ്റിയിട്ടുള്ളത് ആ പരിക്കിനനുസരിച്ചുള്ള പരിക്ക് അപ്പുറം കൊടുക്കുക. അതിലെല്ലാം എന്തുണ്ട്? വൽ ജുറൂഹ, മുറിവുകൾക്കും എന്തുണ്ട്? ഖിസാസുൻ, പ്രതിക്രിയയുണ്ട്. ഇസ്ലാമിൻ്റെ നിയമം അങ്ങനെയാണ്. അത് വളരെ നീതിപൂർവം നടപ്പിലാക്കണം എന്നാണ് മുൻ വേദഗ്രന്ഥങ്ങളിൽ ആ സമൂഹത്തിനൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി. എന്തിനാണ് ഇങ്ങനെ ഒരു ശിക്ഷാ നടപടി? ഇതിനിപ്പോൾ പ്രാകൃതമാണെന്ന് പറയുന്നത്. ശരിക്കും ഇങ്ങനെയുള്ള ദൈവികമായ ഈ ശിക്ഷാ നടപടികളെ കൃത്യമായി നടപ്പിലാക്കുന്നൊരു സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾക്ക് എന്തുണ്ടാകും? കുറവുണ്ടാകും. എന്നും എല്ലാവരും അംഗീകരിക്കുന്നൊരു കാര്യമുണ്ട്. ഇസ്ലാമിക രാജ്യങ്ങളൊക്കെ നിങ്ങൾ നോക്കൂ,
ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇങ്ങനെ ഖുർആൻ വിധിച്ചിട്ടുള്ള ഇതേപോലെയുള്ള കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷാ നടപടികൾ നടപ്പിലാക്കുന്നിടത്ത് കുറ്റകൃത്യങ്ങൾ തുലോം കുറവായി കാണുന്നത് നമുക്കെല്ലാം തന്നെ ബോധ്യമുള്ളൊരു കാര്യം, എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യം കൂടിയാണത്. കാരണം എന്താണോ, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സുരക്ഷിതത്വത്തിന് എന്തൊക്കെ നിയമങ്ങളാണ് അത്യാവശ്യമായിട്ടുള്ളത് എന്ന് മനുഷ്യൻ്റെ മനസ്സും മനുഷ്യൻ്റെ ജീവിതക്രമവും അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലക്കറിയാം. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സുഗമമായ മുന്നോട്ട് പോക്കിന് ആവശ്യമായ വിധത്തിലാണ് ദൈവികമായ ഈ നിയമങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇറക്കി തന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് എല്ലാ കിതാബിലും അങ്ങനെ തന്നെയാണ്. തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ ഒക്കെ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് അത് ഹുദയാണ്, പിന്നെ നൂർ, രണ്ട് വിശേഷമാണ്. ഒന്ന് ഹുദയാണ്, നിങ്ങൾക്കത് നേരായ മാർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തരുന്നതാണ്. അത് നിങ്ങളുടെ അജ്ഞതക്ക്, നിങ്ങളുടെ അറിവില്ലായ്മക്ക് അതൊക്കെ നീക്കിക്കളയുന്ന, ഇരുട്ടുകളെ നീക്കിക്കളയുന്ന പ്രകാശമാണ് എന്ന് ഇതിനു മുമ്പ് പറഞ്ഞു. ഇനി നോക്കൂ, ഇങ്ങനെ ഈ ശിക്ഷ നടപ്പിലാക്കുന്നിടത്ത് ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ മനസ്സറിഞ്ഞുകൊണ്ട് അവൻ നിശ്ചയിച്ചിട്ടുള്ള ഒരു സൗജന്യം കൂടിയാണ് എന്ന് ഇവിടെ പറയാം. ഫമൻ തസദ്ദഖ ബിഹി ഫഹുവ കഫാറത്തുൻ ലഹു. ഇനി ഇങ്ങനെ പ്രതിക്രിയ നടത്തപ്പെടേണ്ട ആൾക്ക് ഈ നടത്തേണ്ട ആൾ അത് വിട്ടുകൊടുക്കുകയാണെങ്കിൽ, ഫമൻ തസദ്ദഖ എന്ന് പറഞ്ഞാൽ സ്വതക്കയായിട്ട് കൊടുക്കുകയാണെങ്കിൽ, അതാണ് വിട്ട് മാപ്പാക്കി ക്ഷമിച്ച് കൊടുക്കുകയാണെങ്കിൽ തസദ്ദഖ, ഒരു സദക്ക എന്ന നിലക്ക്. അതുകൊണ്ടാണ് തസദ്ദഖ എന്ന പ്രയോഗം കൂടി ഇവിടെ നടത്തിയിട്ടുള്ളത്. ഫമൻ തസദ്ദഖ ബിഹി, ബിഹി എന്ന് പറഞ്ഞാൽ എന്തിനെ, അഖിസാസിന്, പ്രതിക്രിയയെ ഒരാൾ എന്ത് ചെയ്യുക, സ്വതക്കയായി കൊടുക്കുക, അതൊരു ധർമ്മമായി വല്ലവനും കൊടുക്കുകയാണെങ്കിൽ ഫഹുവ കഫാറത്തുൻ ലഹു, അവനത് ഒരു പ്രായശ്ചിത്തമായിരിക്കും. അതവനൊരു പ്രായശ്ചിത്തം, അവൻ്റെ പാപമോചനത്തിന് ഇടയാകുന്ന ഒരു ധർമ്മമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ നിന്ന് അത് സ്വീകരിക്കും. സദക്ക എന്ന് പറഞ്ഞാൽ പുണ്യകർമ്മം എന്നൊക്കെ പറയാലോ അല്ലേ, അതൊരു പുണ്യം തന്നെയാണ്. അഫ്വ് എന്നുള്ളത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അതിന് അർഹമായ പ്രതിഫലം ആര് കൊടുക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും. കാരണം അള്ളാഹിനെ കുറിച്ച് അള്ളാഹ് പരിചയപ്പെടുത്തിയിട്ടുള്ളത് എന്താണ്? അള്ളാഹു ആരാണ്? നമ്മൾ പറയുന്നുണ്ട്, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ. അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു സംഗതിയാണെന്ത്? മാപ്പാക്കി കൊടുക്കുക, വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക എന്നത്. ഫഅഫു അന്നി, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പഠിച്ചോനെ എനിക്ക് നീ മാപ്പ് തരണേ. അപ്പോൾ മറ്റുള്ളവർക്ക്, നമ്മുടെ സമസൃഷ്ടികളായ ആളുകൾക്ക് നമ്മൾ എത്ര വിട്ടുവീഴ്ച ചെയ്യുന്നോ, മാപ്പ് കൊടുക്കുന്നുവോ, അതിനനുസരിച്ച് അള്ളാഹ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന തെറ്റ് കുറ്റങ്ങളെയൊക്കെ നമുക്കും മാപ്പ് നൽകി നമ്മളെയും അവൻ സംരക്ഷിക്കും. അതാണ് കഫാറ, അതൊരു പ്രായശ്ചിത്തം ആണ് എന്ന് പറയുന്നത്. അതൊക്കെ ഓരോരുത്തരുടെയും ഹൃദയ ഭക്തിയുടെ അടിസ്ഥാനത്തിലാണ്. അത് നമുക്കറിയാം, നമ്മൾ പഠിച്ചു, ബക്കറ പഠിച്ചിൽ നിങ്ങൾ മാപ്പ് കൊടുക്കുന്നതാണ് തഖ്വയിലേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന കാര്യം. അപ്പം അങ്ങനെ ഇപ്പം ഈ അടുത്ത് സൗദി അറേബ്യയിൽ ഇങ്ങനെയുള്ളൊരു വധക്കേസിൽ അയാൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ എന്തായാലും ഇപ്പോൾ നാളെ ശിക്ഷ നടപ്പിലാക്കുകയാണ്. ശിക്ഷ നടപ്പിലാക്കാൻ എന്താ ശിക്ഷ? ഒരാളുടെ ജീവൻ പോകുക, കഴുത്ത് വെട്ടുന്ന സംഗതിയാണ്. എന്ത് തന്നെ ഒരു അറേബ്യൻ്റെ ഒരു പ്രത്യേക സാമൂഹ്യ ചുറ്റുപാട് അനുസരിച്ച് ഇപ്പോഴും കബീല, ഗോത്രം ഉണ്ടല്ലോ, ഗോത്രം, കുടുംബം എന്നുള്ള പണ്ടുകാല റസൂലിൻ്റെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നൊരു സംഗതിയുണ്ട്. അതിൻ്റെ മുമ്പുള്ള ജാഹിലിയ കാലത്ത് അറബികളുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് ഗോത്രക്കാരാണ്. ആ ഗോത്രത്തിൽ തന്നെ പല കുടുംബങ്ങളുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗോത്രം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗോത്രം ഖുറൈശ് ഗോത്രമാണ്. കുടുംബം ഏതാണ്? ഹാഷിം കുടുംബം.
അങ്ങനെ ഇവിടെ ഉണ്ടാകും. തെക്കേപ്പുറം, വടക്കേപ്പുറം, പടിഞ്ഞാറേപ്പുറം, കിഴക്കേപ്പുറം എന്നൊക്കെ പറഞ്ഞു. ഇവിടെ അങ്ങനെ പുറങ്ങനല്ലോ അല്ലേ? അതേപോലെ തന്നെ അപ്പോൾ നിങ്ങൾക്കിടയിൽ ആ കുടുംബത്തിൻ്റെ ഒരു അടുപ്പൊക്കെ നിങ്ങൾ കാണിക്കണില്ലേ? അതേപോലെ എന്തുണ്ടാവും, എന്ത് മനുഷ്യൻ്റെ ആ കുടുംബം എന്നുള്ളത് ഒരു കൺസെപ്റ്റ് ഏത് കാലത്തുണ്ടാകും. അതിനോടുള്ള ഇഷ്ടം ഉണ്ടാവും, പ്രിയം ഉണ്ടാവും, അവിടെ ഒരു ഐക്യം സംഗതിയൊക്കെ ഉണ്ടാവും. അങ്ങനെ എന്തിനാ ഞാൻ കുടുംബം പറഞ്ഞപ്പോൾ ഖിസാസ് സൗദിത്തെ പ്രശ്നമാണ്. അപ്പോൾ അവരുടെ ആ ഗോത്രങ്ങളൊന്നടങ്കം പല കുടുംബക്കാരുണ്ട്, ഒന്നടങ്കം ഈ ശിക്ഷ നടപ്പിലാക്കുന്ന ഈ ആളുടെ വ്യക്തിയുടെ കുടുംബത്തിൽ വന്നുകൊണ്ട് പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം, എന്ത് വേണമെങ്കിലും ഞങ്ങൾ പ്രായശ്ചിത്തമായിട്ട് തരാം, ബ്ലഡ് മണിയായിട്ട് ദിയ തരാം, ഒന്നും സന്നദ്ധരാകാതെ എനിക്കെന്ത് വേണം, ശിക്ഷ നടപ്പിലാക്കാൻ പഠിച്ചോൻ പറഞ്ഞല്ലേ നടപ്പിലാക്കാൻ. ശിക്ഷ നടക്കുന്നതിൻ്റെ തലേ ദിവസം ഇയാൾ നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, മാപ്പാക്കി. എന്ത് പിന്നെ അതിന് പ്രായശ്ചിത്തൊന്നും ചെയ്യേണ്ടത്, ഞാൻ മാപ്പാക്കണം. അഫു അതാണ്. അപ്പോൾ അവർക്കുണ്ടാകുന്നൊരു സന്തോഷം എത്ര, ഒരു ജീവൻ ഇങ്ങോട്ട് എന്ത് ചെയ്യാണ്, തിരിച്ചു കിട്ടുക. അപ്പോൾ എന്താ അയാൾ ഉദ്ദേശിച്ചത്, പരലോകത്ത് അദ്ദേഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള തെറ്റുകളെല്ലാം പുറത്ത് മാപ്പാക്കി സ്ഫുടം ചെയ്തെടുക്കപ്പെട്ടവനായി അള്ളാഹുവിൻ്റെ സന്നിധിയിൽ ഹാജരാക്കപ്പെടണം എന്നുള്ള നീയത്ത്. നോക്കി, നിങ്ങൾ ഭൗതികമായൊരു നാട്ടമല്ല അദ്ദേഹം ഉദ്ദേശിച്ചു. എന്നിട്ട് എന്തോ ഒരു പ്രസൻറ്റേഷനൊക്കെ അവർ കൊണ്ടുകൊടുക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ നടക്കുന്നുണ്ട്. അത് അഫുവിനുള്ള ഒരു ഉദാഹരണം അതവിടെ പറയുന്നത്. ഫമൻ തസദ്ദഖ ബിഹി ഫഹുവ കഫാറത്തുൻ ലഹ്, അത് അവന് ഒരു പാപമോചനത്തിനുതകുന്ന ഒരു പുണ്യകർമ്മമായി തീരും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്നിട്ട് പറയുന്നത് നോക്കൂ, വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഉലൈക ഹുമുദ്ദാലിമൂൻ. ഇതേ ആയത്തിൻ്റെ അപ്പുറത്ത് കാഫിറൂൻ എന്നാണ് അവസാനിക്കുന്നത് അല്ലേ? വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഉലൈക ഹുമുൽ കാഫിറൂൻ. കാഫിറൂൻ എന്ന് പറഞ്ഞാൽ നിഷേധികളാണ്. പഠിച്ചവൻ്റെ നിയമങ്ങളെയും അവഗണിച്ചുകൊണ്ട് അതിനെയൊക്കെ നിഷേധിച്ച് തള്ളുന്ന വിഭാഗമാണ്. ഇവിടെ അവർ അക്രമികളാണെന്നാണ് പറയുന്നത്. ഫൗലൈക ഹുമുൽ ളാലിമൂൻ, അവരാകുന്നു അക്രമികൾ. ഇനി തുടർന്നു കൊണ്ടു വഖഫൈനാ അലാ ആസാരിഹിം ബിഈസാ. വഖഫൈനാ, ഖഫ യുഖഫി എന്ന് പറഞ്ഞാൽ അത്ബഅ യുത്ബിഉന, തുടർത്തി എന്നാണ് അർത്ഥം. വഖഫൈനാ വഅത്ബഅനാ, വഖഫൈനാ വഅത്ബഅനാ, നാം തുടർത്തി. അലാ ആസാരിഹിം, അവരുടെ കാലടയാളങ്ങളുടെ മേൽ എന്ന് പറഞ്ഞാൽ അവർക്ക് ശേഷം നടത്താം. ഒരു തലമുറയ്ക്ക് ശേഷം മറ്റൊരു തലമുറ വരും. അതേപോലെ അവരുടെ എന്ന് പറഞ്ഞാൽ ജൂതന്മാരായ ആളുകളുടെ, ഇതിന് മുമ്പ് വന്നിട്ടുള്ള എല്ലാ പ്രവാചകന്മാരുടെയും അവരുടെ ആസാറുകളുടെ പിന്തുടർച്ച എന്ന വണ്ണം അവരുടെ മേൽ നാം തുടർത്തി. ആരെയാണ് തുടർത്തി അയച്ചത്? ബിഈസ ബിനി മറിയം, ഈസ ബിനി മറിയം, മറിയമിൻ്റെ മകൻ ഈസയെ. അപ്പോൾ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തൗറാത്തിന് ശേഷം അള്ളാഹു ആരെ നിയോഗിച്ചു? ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിയോഗിച്ചു. എന്തുകൊണ്ടാണ് ആ ഇഞ്ചീലിനെ കുറിച്ച് ഇനി പറയുന്നത്? ഈസാ അലൈഹി സ്വലാമിനെ നിയോഗിച്ചു. എങ്ങനെയാണ്? ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദൗത്യം എന്താണ്? മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി മിനത്ത് തൗറാ. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നത് മുസദ്ദിഖായിക്കൊണ്ടാണ്, സത്യപ്പെടുത്തുന്നവനായിക്കൊണ്ടാണ് വരുന്നത്. മുസദ്ദിഖാരാണ്? സത്യപ്പെടുത്തുന്നവൻ. സദ്ദഖ യുസദ്ദിഖു, സത്യപ്പെടുത്തി. മുസദ്ദിഖുൻ, സത്യപ്പെടുത്തുന്നവൻ. നേരെ ഓപ്പോസിറ്റ് എന്താണ്? കദ്ദബ യുകദ്ദിബു മുകദ്ദിബ്. സദ്ദഖ യുസദ്ദിഖു മുസദ്ദിഖ്. മുസദ്ദിഖൻ എന്തിനാ സത്യപ്പെടുത്തുന്നത്? ലിമാ ബൈന യദൈഹി, അദ്ദേഹത്തിൻ്റെ നേരെ മുമ്പിൽ വന്നിട്ടുള്ളതിന്. ബൈന യദൈഹി, അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ളതിന്. യദ് എന്ന് പറഞ്ഞാൽ എന്താ? കൈ.
യദൈനി എന്ന് പറഞ്ഞാലോ 2 കൈകൾ. യദൈഹി എന്ന് പറഞ്ഞാൽ തൻ്റെ 2 കൈകൾക്കും ഇടയിലുള്ളത്. അപ്പോൾ വളരെ ഡയറക്റ്റ് അല്ലേ, മുന്നിലാണ്, സൈഡിലൊന്നുമല്ല. ഇതിനാണ് 2 കൈകൾക്ക് ഇടയിലുള്ളതാണ് നമ്മുടെ മുൻഭാഗം. നിങ്ങളുടെ മുൻഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? കൈ 2 ഇങ്ങനെ നീട്ടുക, എന്നിട്ട് ആ 2 കൈൻ്റെ ഇടയിലുള്ള ഭാഗമാണ് ഇത് നമ്മുടെ മുൻഭാഗം. നമ്മുടെ പിൻഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ വറ, കൈ നേരെ ബേക്കോട്ട് വെക്കുക. അങ്ങനെ വെക്കാൻ കഴിയില്ലല്ലേ, അതിൻ്റെ നേരെ ഇടയിലുള്ളതാണെന്ത്? പിൻഭാഗം. വളരെ കൃത്യമാണ്. അപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ നേരെ മുന്നിൽ വന്ന ആ പ്രവാചകനാണ് ആര്? മൂസ അലൈഹി സ്വലാം. തൗറാത്ത് എന്ന വേദഗ്രന്ഥമാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ നേരെ മുമ്പിൽ അവതരിച്ചിട്ടുള്ള വേദഗ്രന്ഥം. അതിനെ സത്യപ്പെടുത്താണ്, തൗറാത്തിനെ സത്യപ്പെടുത്തിക്കൊണ്ട് ബിലിമാ ബൈന യദൈഹി മിനത് തൗറാത്ത്, തൗറാത്തിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് ആര് വന്നത്? ഈസാ അലൈഹി സ്വലാം. അപ്പോൾ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവന്നിട്ടുള്ള ശരി സുവിശേഷകനായിക്കൊണ്ടാണ്. ഇഞ്ചീൽ ശരിക്ക് സുവിശേഷമാണ്. തൗറാത്തിലാണ് നിയമ കാര്യങ്ങൾ, നിയമ പുസ്തകമാണേത് ശരിക്ക് തൗറാത്ത്. ഇഞ്ചീലോ സുവിശേഷം എന്ന് പറഞ്ഞാൽ അതിനൊക്കെ സത്യപ്പെടുത്തിക്കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് നടപ്പിലാക്കുന്നതും പ്രബോധനം ചെയ്യുന്നതും ഏത് നിയമമാണ്? തൗറാത്തിൻ്റെ നിയമമാണ്. പിന്നെ അതിൽ ഓരോ സാഹചര്യത്തിനും സന്ദർഭത്തിനും ജീവിതത്തിനും അനുസരിച്ചുള്ള മാറ്റങ്ങൾ അള്ളാഹു ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും എന്തിലുണ്ടാകുക? ഇഞ്ചീലിൽ ഉണ്ടാകും. അതാണ് വ്യത്യാസം. അപ്പോൾ നോക്കൂ, അതാണ്. അപ്പോൾ മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി മിനത് തൗറാത്ത് എന്ന് പറയാണ്. വആതൈനാഹുൽ ഇൻജീൽ, നാം അദ്ദേഹത്തിന് ഇഞ്ചീലും നൽകി. ഈസാ നബി അലൈഹി സ്വലാമക്ക് ഇഞ്ചീൽ. അതിലും തന്നെയാണുള്ളത്. നേരത്തെ തൗറാത്തിൽ എന്താ പറഞ്ഞത്? അടുത്ത മുന്നിലായിട്ട് നോക്കൂ, ഇന്നാ അൻസൽന തൗറാത്ത ഫീഹാ ഹുദൻ വ നൂർ. ഇഞ്ചീൽ എന്താ ഉള്ളത്? ഫീഹി ഹുദൻ വ നൂർ. അതിലുമുള്ളത് തന്നെയാണ്, ഹുദ തന്നെയാണ്, നൂറ് തന്നെയാണ്. വേദഗ്രന്ഥങ്ങൾ അടിസ്ഥാനപരമായി എല്ലാം ഒരേ ആദർശങ്ങൾ തന്നെയാണ് പ്രബോധനം ചെയ്യുന്നത്. അതും എന്തെന്നെയാണ്? മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി മിനത് തൗറാത്ത്. നോക്കൂ, എത്ര സ്ഥലത്താണ് പറയുന്നത്. തൗറാത്തിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് എന്ത് അവതരിപ്പിച്ചിട്ടുള്ളത്? ഇഞ്ചീൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ തൗറാത്തിനെയും ഇഞ്ചീലിനെയും സത്യപ്പെടുത്തിക്കൊണ്ടാണ് അവസാന വേദപുസ്തകമായ ഖുർആൻ അവതരിപ്പിച്ചത്. അപ്പം ശരിക്ക് ഇനി അവസാന വേദപുസ്തകമായ ഖുർആനെയാണ് അംഗീകരിക്കേണ്ടത്. ലോകാവസാനം വരെയുള്ള മനുഷ്യരുടെ വിമോചന ഗ്രന്ഥമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ഗ്രന്ഥമാണിത്. ഇതാണ് ശരിക്ക് ജൂത ക്രിസ്തീയ വിഭാഗങ്ങൾക്ക്, അവരാണ് അഹ്ലു കിതാബുകാർ. അഹ്ലു കിതാബ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കിതാബുമായി ഏറ്റവും അടുപ്പമുള്ള ആളുകളാണ്. അവർക്കും ഇതേപോലുള്ള കിതാബാണ് എന്ത് ചെയ്തത്? പഠിച്ചവൻ കൊടുത്തിട്ടുള്ളത്. അതിനൊക്കെ അംഗീകരിച്ച് സത്യപ്പെടുത്തി അവസാനത്തെ വേദഗ്രന്ഥങ്ങളുടെ ലാസ്റ്റ് എഡിഷനായ ഈ ഖുർആൻ, അത് ഖുർആൻ ശരിക്ക് പഠിച്ച ആൾക്കാർ പിന്നെ പതറൂല, ഹിദായത്തിലാവും. പിന്നെ ആകാത്തത് ഈ ബഗിയൻ ബൈനഹും എന്നാണ്, പരസ്പരമുള്ള വിദ്വേഷം, വെറുപ്പ്. ആ നബിക്ക് ശേഷം ഈ നബിയാണ് വരേണ്ടിയിരുന്നത് എന്നൊക്കെയുള്ള ഈ കാഴ്ചപ്പാടിലാണ് മനുഷ്യൻ വഴിതെറ്റിപ്പോ. നീ തുടർന്നുള്ള ആയത്തിൽ പഠിച്ചവനെ പറയുന്നുണ്ട്. നോക്കൂ, وَمُصَدِّقًا لِمَا بَيْنَ يَدَيْهِ مِنَ التَّوْرَاةِ وَهُدًى وَمَوْعِظَةً لِلْمُتَّقِينَ. അതിലെന്തുണ്ട്? ഇഞ്ചീലും എന്താ ഉള്ളത്? ഹുദയുണ്ട്, സന്മാർഗമുണ്ട്. ഹുദയാണ്. ഹുദ കിട്ടിയാൽ മനുഷ്യൻ രക്ഷപ്പെട്ടു. ഹുദയെ നമ്മൾ അവഗണിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ പിന്തുടരുക എന്തിനെയാണ്? ഹവയെയാണ്. ഹുദയുണ്ടെങ്കിൽ മനുഷ്യൻ രക്ഷപ്പെട്ടു. ഹുദയെ അവഗണിച്ചാൽ പിന്നെ മനുഷ്യൻ എന്തിന്റെ പിന്നാലെ പോവുക? ഹവ. അത് തുടർന്ന് പറയുന്നുണ്ട്. ഹവ എന്ന് പറഞ്ഞാൽ എന്താ? തന്നിഷ്ടം, ദേഹേച്ഛ, തടിഹവ എന്നൊക്കെ തന്നെ സാധാരണ നമ്മൾ പറയല്ലേ. തടിഹവ എന്ന് പറഞ്ഞാൽ സ്വന്തം
തന്നിഷ്ടങ്ങൾക്കും ദേഹേച്ഛകൾക്കും അനുസരിച്ചാണ് മനുഷ്യൻ ജീവിക്കുക. അങ്ങനെയാണ് മനുഷ്യൻ നാശത്തിൽ അകപ്പെടുന്നത്. മനുഷ്യന്റെ ജീവിതത്തിന് അവന് വഴികാട്ടിയായി എപ്പോഴും ഒരു മാർഗദർശനം ഉണ്ടാകണം. അതാണ് ഹുദ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ഹുദ വത്തുഖ വൽ അഫാഫ വൽ ഗിന. നിസ്കാരത്തിന് ശേഷം നമ്മൾ പറയണില്ലേ, 5 വക്ത് നമ്മൾ പറയുന്നുണ്ട് ദിക്റിൽ. നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദ. ഹുദ കൊണ്ട റബ്ബേ, എല്ലാ കാര്യത്തിലും ഈ ഒരു വെളിച്ചം നമുക്ക് കിട്ടും. വത്തുഖ, തുഖ എന്താണ്? തഖ്വ, ഭക്തി തരണം റബ്ബേ. അത് നമ്മുടെ ആത്മീയമായ ഐശ്വര്യത്തിന് വേണ്ട മനസ്സിൻ്റെ ഭക്ഷണമാണ്. ഇനി നമ്മുടെ ഭൗതികമായ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ട 2 കാര്യം പിന്നെ പറയുന്നത്. വൽ അഫാഫ്, ഇഫ്ഫത്ത് വേണം. വൽ ഗിന, പിന്നെ എന്ത് വേണം? ധന്യത വേണം, സമ്പത്ത് വേണം. അതേപോലെ തന്നെ മാന്യത വേണം. അഫാഫ്, ഇഫ്ഫത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. എന്നെ ഒരു മാന്യനാക്കണേ റബ്ബേ. അഫീഫ്, മാന്യത, അന്തസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് വേണം. പിന്നെ ആരുടെ നേരെ കൈ നീട്ടേണ്ട ഒരവസ്ഥ ഗതികേട് ഉണ്ടാക്കരുതേ റബ്ബേ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ഒരു മാനസികാവസ്ഥ തരണേ റബ്ബേ. അതുണ്ടായ മനുഷ്യൻ എന്തായി? സമാധാനമടയുന്നു, സംതൃപ്തി ഉണ്ടാകുന്നു, ജീവിതത്തിൽ ആനന്ദം ആഹ്ലാദമൊക്കെ കൈവരുന്നു. ഈ 4 സംഗതി നമ്മൾ 5 വക്തിലും പ്രാർത്ഥിച്ച് ഇരന്ന് വാങ്ങണം പഠിച്ചു. ഒന്ന് നമ്മുടെ പരലോകത്തിൻ്റെ പ്രശ്നമാണ്, മറ്റൊന്ന് നമ്മുടെ ദുനിയാവിൻ്റെ പ്രശ്നമാണ്. സമ്പത്തുണ്ടാകണം, അതിന് അധ്വാനിക്കണം. കാരണം എന്താ? അല്ലത്തി ജഅലല്ലാഹു ലക്കും ഖിയാമ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമാക്കി അള്ളാഹു നിശ്ചയിച്ചതാണെന്ത്? സമ്പത്ത്. അപ്പോൾ അത് നിങ്ങൾ തേടി അധ്വാനിച്ച് ഉണ്ടാക്കണം. അത് നിങ്ങളുടെ മക്കളിൽ ഭോഷന്മാരായ ആൾക്ക് കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? വലാ തുഅ്തു സുഫഹാ അംവാലക്കും അല്ലത്തി ജഅലല്ലാഹു ലക്കും ഖിയാമ. അപ്പോൾ അതാണ്. അപ്പോൾ വേദഗ്രന്ഥങ്ങൾ ഇതാണ് ചെയ്യുന്നത്. വമൗഇലത്തൽ ലിൽ മുത്തഖിൻ. മൗഇല എന്ന് പറയുന്നത് എന്താ? വഅല യഇലു, ഉപദേശിച്ചു. മൗഇല സാരോപദേശം. ഇപ്പം പിന്നെ വേദപുസ്തകത്തിലുള്ളത് എന്താണ്? ഇതേപോലെയുള്ള വിധികളുണ്ട്, ശിക്ഷാ നടപടികളുണ്ട്, നിയമങ്ങളുണ്ട്, സന്തോഷ വാർത്ത അറിയിക്കുന്ന സുവിശേഷ സൂക്തങ്ങളുണ്ട്. പിന്നെന്താ ഇതിലുണ്ട്? സാരോപദേശങ്ങളും ഉണ്ട്. വമൗഇലലിൽ മുത്തഖീൻ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്കുള്ള സാരോപദേശമാകുന്നു. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏതേത് തലങ്ങളിലുണ്ടോ അവിടെയൊക്കെ ഖുർആനിൻ്റെ വെളിച്ചമുണ്ട്, നിർദ്ദേശമുണ്ട്, ഉപദേശമുണ്ട്. ഒരു വ്യക്തി എങ്ങനെ ജീവിക്കണമെന്ന് ഖുർആനിൽ പറയുന്നില്ലേ? അവൻ്റെ കുടുംബജീവിതം എങ്ങനെയാണെന്ന് ഖുർആനിൽ പറയുന്നില്ലേ? അവൻ്റെ ജീവിത വ്യവഹാരങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് ഖുർആൻ പറയുന്നില്ലേ? ഇനി ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാം, പിന്നെ ഉത്തരം കണ്ട് പറഞ്ഞാൽ മതി. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏത് തലങ്ങളെയാണ് ഖുർആൻ സ്പർശിക്കാതെ പോയിട്ടുള്ളത്? ഒരു ചോദ്യം ചോദിച്ചാൽ ഇന്ന വിഷയത്തിൽ എന്താ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് എന്ന് ഇങ്ങോട്ട് ചോദിക്കാൻ ഒരു ചോദ്യമുണ്ടോ? എന്തെങ്കിലും പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ സമ്മതിക്കണ്ട, ഒന്ന് ആലോചിച്ച് നോക്കി. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിൽ ഏത് പ്രശ്നത്തിലാണ് ഖുർആൻ ഇടപെടാത്തത്? എന്തെങ്കിലും ഒരു ഉപദേശം അവിടെ ഉണ്ടാവും. നമ്മുടെ നടത്തത്തെ ആര് നിയന്ത്രിക്കുന്നുണ്ട്? ഖുർആൻ നിയന്ത്രിക്കും. നമ്മുടെ നോട്ടത്തെ ആര് നിയന്ത്രിക്കുന്നുണ്ട്? ഖുർആൻ നിയന്ത്രിക്കുന്നുണ്ട്. നമ്മുടെ കേൾവിയെ ആര് നിയന്ത്രിക്കുന്നുണ്ട്? ഖുർആൻ നിയന്ത്രിക്കുന്നുണ്ട്. നമ്മുടെ ചിന്തയെ ആര് നിയന്ത്രിക്കുന്നുണ്ട്? ഖുർആൻ നിയന്ത്രിക്കുന്നുണ്ട്. നമ്മുടെ ഭക്ഷണത്തെ ആര് നിയന്ത്രിക്കുന്നുണ്ട്? ഖുർആൻ നിയന്ത്രിക്കുന്നുണ്ട്. നമ്മുടെ പാനീയത്തെ ആര് നിയന്ത്രിക്കുന്നുണ്ട്? ഖുർആൻ നിയന്ത്രിക്കുന്നുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങളെ, അഭിലാഷങ്ങളെ, സ്വപ്നങ്ങളെ ആര് നിയന്ത്രിക്കുന്നുണ്ട്? ഖുർആൻ നിയന്ത്രിക്കുന്നുണ്ട്. ഒരു വ്യക്തി എന്ന നിലക്ക് നമ്മൾ ആലോചിച്ച് നോക്കി, ഉണ്ടോ? അതാണ് മൗഇല, സാരോപദേശം. അപ്പോൾ ശരിക്ക് നമുക്ക് ഒരു ഗൈഡ് ലൈൻ ഏതാണുള്ളത്? ഖുർആനുള്ളത്. അത് മുഖെ പിടിച്ചോളി, രക്ഷയുണ്ട് എന്ന് അതാ പറയുന്നത്. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അത് നമ്മൾ ഓതിയാൽ തന്നെ പഠിച്ചോ നമുക്ക് എന്ത് ചെയ്യും? പ്രതിഫലം നൽകും. ഓത്ത് കേട്ടാൽ പഠിച്ചോ നമുക്ക് എന്ത് ചെയ്യും? പ്രതിഫലം നൽകും. ഒരായത്തിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് ചിന്തിച്ചിരുന്നാൽ ആ ചിന്ത വരെ എന്താണ്? പ്രതിഫലാർഹമായ ഒരു പുണ്യകർമ്മമായി പഠിച്ചോ നമ്മളിൽ നിന്ന് കബൂലാക്കും.
എത്ര സന്തോഷമാണ് പിന്നെ മനുഷ്യന് ഖുർആനുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നത്. ഓക്കെ, അതാണ്. അത് നോക്കൂ, മുൻഗാമികളായ ജനങ്ങൾക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വേദപുസ്തകങ്ങളിലൂടെ നൽകി. ഇത് നമുക്ക് മാത്രം കിട്ടുന്നൊരു സംഗതിയാണോ? ജൂത സമൂഹത്തിന് തൗറാത്ത് കൊടുത്തു, ക്രിസ്തീയ സമൂഹത്തിന് ഇഞ്ചീൽ കൊടുത്തു, സബൂർ കൊടുത്ു, ഏടുകൾ നൽകി, വഹയുകൾ നൽകി, പ്രവാചകന്മാരെ അത് പഠിപ്പിച്ചു. നമ്മൾ ഈ അവസാന ഉമ്മത്തിന് കിട്ടിയ ഒരു ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വേദപുസ്തകം യാതൊരു കൈകടത്തലുകൾക്കും വിധേയമാകാതെ അവതീർണമായ ദിവസത്തിൽ എന്താണോ അതിലുള്ളത് അതേപോലെ ലോകാവസാനം വരെ അതിനെ സുരക്ഷിതമാക്കി നിലനിർത്തേണ്ട കാര്യം ആരേറ്റെടുത്തു? അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തു. അങ്ങനെ തന്നെ നമുക്ക് ഖുർആനിൽ കൈകടത്തലിന് അത് വിധേയമാകില്ല എന്നില്ല. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അള്ളാഹിനെ നമ്മൾ സ്തുതിക്കേണ്ടത് സാധാരണ ആദ്യം എന്താ പറയാ? അൽഹംദുലില്ലാഹ് ബിഹിദായത്തിനാ, ഞങ്ങൾക്ക് ഹിദായത്ത് ഹുദ തന്ന അള്ളാഹ്ക്ക് സർവസ്തുതിയും. അൽഹംദുലില്ലാഹി ബി ഈമാനിനാ, ഈമാൻ കൊണ്ട് അള്ളാഹുവിന് സർവസ്തുതിയും. അൽഹംദുലില്ലാഹി ബി ഖുർആനിന, ഈ ഈമാനും ഹുദയും നമുക്ക് കിട്ടാൻ കാരണക്കാരൻ ആരാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച റസൂലാണ്, പിന്നെ ഖുർആനാണ്. അതിന് അൽഹംദുലില്ലാ. പിന്നെ പറയേണ്ടതാണെന്ത്? അൽഹംദുലില്ലാഹി ബി ആഫിയതിനാ. പിന്നെ നമുക്ക് അല്ലാഹ് നൽകിയ അനുഗ്രഹങ്ങളിൽ കേട്ടോ, അതിൻ്റെ മുൻഗണനാക്രമം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആസ്വദിക്കുന്നത് അനുഭവിക്കുന്നതനുസരിച്ച് ഇങ്ങനെ എഴുതി നോക്കി. പിന്നെന്തെന്നെയാണ്? ആരോഗ്യം. അപ്പോൾ ആരോഗ്യമുള്ള കാലത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പരമാവധി ചെയ്യണം. ഈ ആയത്തിൻ്റെ അവസാനത്തിൽ ഫസ്തബിക്കുൽ ഖൈറാത്ത് എന്ന് പറയേണ്ടി ഇനി വരുന്ന ആയത്തിൽ. ഇതൊക്കെ നിങ്ങൾക്ക് നൽകിയ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നന്മകളിൽ മത്സരിച്ച് മുന്നേറുമെന്നാണ് പറയുന്നത്. മത്സരം അതിൽ നമ്മൾ കാണിക്കണ്ടേ? മുസാബക്ക, ഒരു മത്സരം നടക്കുന്നുണ്ട്. ഒന്നടിച്ചിട്ടുണ്ട് എന്നാ കേട്ടോ. തിന്മകളുടെ മത്സരിക്കുന്നുണ്ട്. ബേജാറാണ്ട, അത് അള്ളാഹ് നിശ്ചയിച്ച സംഗതി ഉണ്ട്. എത്ര ഗോളിനെ ജയിക്കും ചെയ്യും, തോൽക്കും ചെയ്യും. ഞാൻ കളിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പത്രത്തിൽ നിന്ന് അറിയണേ. അത് വേറെ രസമാണ്, കാണുമ്പോഴുള്ള വേറെ രസമാണ്. അതായിക്കോട്ടെ, ഏതായാലും അത് ഹറാമായ സംഗതി ഒന്നുമല്ല. അതിന് വിടാന്നാൽ മതി മാത്രം, അത്രയേ ഉള്ളൂ. അപ്പം എവിടെ എത്തിയത്? മൗഇദ കേട്ടോ, സാരോപദേശമാണ്. മൗഇദ എന്ന് പറഞ്ഞാൽ ഈ മൗഇദ ഖുർആനിൽ വന്ന് അത് പിന്നെ ഓതുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ടത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു ഉപദേശമില്ലാത്ത ഒരു തലവുമില്ല മനുഷ്യൻ്റെ ജീവിതത്തിൽ. കാരണം ഖുർആനാണ്, അല്ല മനുഷ്യനാണ് ഖുർആനിൻ്റെ കേന്ദ്രബിന്ദു. ഇതിവൃത്തം എന്നൊക്കെ നമ്മൾ പറയല്ലേ? ഖുർആനിൻ്റെ ഇതിവൃത്തം എന്താണ്? മനുഷ്യൻ, അൽ ഇൻസാൻ, മനുഷ്യന് വേണ്ടി. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ, പടച്ചോന്റെ റഹ്മത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് അവൻ നൽകിയിട്ടുള്ളത് അല്ലമ, അവൻ പഠിപ്പിച്ചിരിക്കുന്നു. ആര്? അല്ലാഹ് പഠിപ്പിച്ചിരിക്കുന്നു. എന്ത്? അൽ ഖുർആൻ. പിന്നെയാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ പറ്റിയാണ് പറയുന്നത്. ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. വലിയ അനുഗ്രഹമാണ് അല്ലാഹ് നമുക്ക് ചെയ്തത്. അതിനാൽ എന്ത് വേണം? വൽയഹ്കും അഹ്ലുൽ ഇൻജീലി ബിമാ അൻസലല്ലാഹു ഫീഹി. നേരത്തെ നമ്മൾ പറഞ്ഞു, വ്യഭിചരിച്ചിട്ട് ഒരാൾ വന്നു, അവൻ ഏത് കുടുംബത്തിലാ നോക്കി. നമ്മുടെ മുന്തിയ കുടുംബാട്ടോ, അനങ്ങാൻ പാടില്ല. അതുകൊണ്ട് നമ്മുടെ കിതാബ് അനുസരിച്ച് വിധിക്കാൻ പാടില്ല, അഡ്ജസ്റ്റ് ചെയ്യണം. റസൂലിന്റെ സംഭവം നമ്മൾ പറഞ്ഞില്ലേ, ഡിസ്കസ് ചെയ്തില്ലേ? തൗറാത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. തൗറാത്ത് ഇങ്ങനെ നോക്കി അവർ അവിടെ. അപ്പോൾ റജ്ം നടത്തണം, എറിഞ്ഞു കൊല്ലണം എന്നുള്ളടത്ത് വിരല് വെച്ച്. അപ്പോഴാ പറഞ്ഞത് പൊക്ക് വിരല് കേട്ടോ, എന്നിട്ട് വായിക്ക് എന്ന് പറഞ്ഞു. അതിന് മുമ്പ് അബ്ദുല്ലാഹി ബിൻ സലാം എന്ത് പറഞ്ഞു? തൗറാത്തിൽ എങ്ങനെയുണ്ട്? മുമ്പ് ഫുള്ളിലാണ് നോക്കിയോ, വേണ്ട ബൈഹാട്ട് ആയതന്നെ എന്ത് ചെയ്തു? എടുത്തു ഓതി കൊടുത്തു നബി.
അതുകൊണ്ട് വല്യഹക്കും അഹ്ലുൽ ഇൻജീൽ, വേദക്കാർ ചെയ്തതുപോലെ തൗറാത്തിന്റെ അനുയായികൾ ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യാൻ പാടില്ല. വല്യഹക്കും അഹ്ലുൽ ഇൻജീൽ ബിമാ അൻസലല്ലാഹു ഫീ, അള്ളാഹു ഇൻജീലിൽ എന്താണോ ഇറക്കിയിട്ടുള്ളത് അതനുസരിച്ച് നിങ്ങൾ വിധിക്കണം. ഇനി പറയുന്ന നോക്കൂ, വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ. അപ്പോൾ ആരൊക്കെയായി? ഫഉലൈക ഹുമുൽ കാഫിറൂൻ, ഫഉലൈക ഹുമുൽ ളാലിമൂൻ, ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ. അവരെ കുറിച്ച് ഓരോരുത്തരെ കുറിച്ച് പറഞ്ഞു. ഇനി അവസാനത്തെ നമ്മളെ ഈ കിതാബ് അനുസരിച്ച് നമ്മൾ വിധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ആരായി? ഈ മൂന്നുമായി. വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫിൽ ഖുർആൻ ഫഉലൈക ഹുമുൽ കാഫിറൂന വൽളാലിമൂന വൽ ഫാസിഖൂൻ. ആയി എല്ലാവരുമായി. ഫാസിഖ് എന്ന് പറയുന്നത് അധർമ്മകാരി. ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവരാകുന്നു അധർമ്മകാരികളായ ആളുകൾ. وأنزلنا إليك الكتاب بالحق مصدقا لما بين يديه من الكتاب ومهيمنا عليه فاحكم بينهم بما أنزل الله ولا تتبع أهواءهم عما جاءك من الحق لكل جعلنا منكم شرعة ومنهاجا ولو شاء الله لجعلكم أمة واحدة ولكن ليبلوكم فيما آتاكم فاستبقوا الخيرات إلى الله مرجعكم جميعا فينبئكم بما كنتم فيه تختلفون. يا سؤال തൗറാത്ത് ഇൻജീൽ സബൂർ യഥാർത്ഥ രൂപത്തിൽ കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു പണ്ടുള്ള കോട്ടിങ് പാടുകൾ നമ്മളെ പണ്ഡിതന്മാർ പറയുന്നു. അപ്പോൾ അത് എടുക്കാൻ പറ്റുമോ? ഖുർആൻ തന്നെ ഇപ്പോൾ നിയാസ് ചോദിച്ചെന്താണെന്നോ, ഖുർആന്റെ പരാമർശം പോലെ തന്നെ ഇത് ഖുർആനാണല്ലോ. ഖുർആനിൽ ഇതിനു മുമ്പ് അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങളുടെ ചരിത്രം, ഇതിനു മുമ്പ് വന്നു പോയിട്ടുള്ള പ്രവാചകന്മാരുടെ ചരിത്രമൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഖുർആൻ ഒരു ചരിത്ര പുസ്തകമല്ല എങ്കിലും ഖുർആൻ പോലെ ചരിത്രത്തിന് അവലംബിക്കാവുന്ന സത്യസന്ധമായ ഒരു പുസ്തകം ഇന്ന് ലോകത്ത് ഇല്ല. അപ്പോൾ നിയാസിൻ്റെ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം നിലവിലുള്ള ബൈബിള്, അതേപോലെ തന്നെ തൗറാത്ത്, ഇഞ്ചീലും തൗറാത്തും ബൈബിൾ തന്നെയാണ് അതിൽ പറയുക. അത് ഓൾഡ് ടെസ്റ്റമെൻറ്റ്, ന്യൂ ടെസ്റ്റമെൻ്റ് ആയിട്ടാണ്. പഴയ നിയമമാണിത് തൗറാത്ത്, പുതിയ നിയമമാണിത് ഇഞ്ചീൽ. അപ്പോൾ അതിൽ ശരിക്കും അതിൻ്റെ പഠനം നടത്തിയ ഈ വേദപുസ്തകത്തെ പഠിച്ച പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇത് അള്ളാൻ്റെ ഗ്രന്ഥമാണല്ലോ. എല്ലാ നിയമങ്ങളും മുഴുവനായി അതിൽ നിന്ന് നീക്കം ചെയ്യാനോ എടുത്തു കളയാനോ എന്തായാലും സാധിക്കൂല. അതുകൊണ്ട് ഏകദൈവ വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വചനങ്ങൾ ഇപ്പോഴും ഏതിലുണ്ട്? ഈ രണ്ട് വേദഗ്രന്ഥത്തിലുണ്ട്. തൗഹീദുമായി ബന്ധപ്പെട്ട അതിൻ്റെ ആ വെളിച്ചം കെടാതെ ഏതിലുണ്ട്? ഈ വേദഗ്രന്ഥം. അതുപോലെ തന്നെ മരണാനന്തര ജീവിതം വിശ്വാസത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണല്ലോ. മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളും ഈ തൗറാത്തിലും ഇഞ്ചീലിലും ഒക്കെയുണ്ട്. പ്രവാചകന്മാരിലുള്ള വിശ്വാസം, ഈ അമ്പിയാക്കളുടെ പേരുകളൊക്കെ എവിടെയുണ്ട്? തൗറാത്തിലും ഇഞ്ചീലും. ഖുർആനിൽ പറഞ്ഞ പോലെ തന്നെയുള്ള അമ്പിയാക്കളുടെ, പ്രവാചകന്മാരുടെ നൂഹ് നബി അലൈഹി നോഹയുടെ പേടകത്തിൻ്റെ കഥ, നൂഹ് നബി അലൈഹി സ്വലാം ആ ജലപ്രളയത്തിൽ രക്ഷപ്പെട്ടതൊക്കെ എന്തിലുണ്ട്?
ഹാബീലിൻ്റെ ചരിത്രം, ആദം അലൈഹി ഇസ്ലാമിൻ്റെ ആ ചരിത്രം മുതൽ തന്നെ ആ ഖുർആൻ പരാമർശിക്കുന്ന മനുഷ്യ ചരിത്രമാണ് എന്ന പോലെ തന്നെ ഈ വേദഗ്രന്ഥങ്ങളിലൊക്കെ അതിലുണ്ട്. പിന്നെ അവർ അതിൽ നിന്ന് അഡീഷണലായി ഉണ്ടാക്കിയതാണ് തൗഹീദിന് വിരുദ്ധമായി. ഈസാ അലൈഹി സ്വലാമിനെ അള്ളാഹു തൻ്റെ പ്രവാചകനായിട്ടാണ് നിയോഗിച്ചിട്ടുള്ളത്. അവർ ഈ തൗഹീദിനെ ആകെ തകിടം മറിച്ചു. ഏകദൈവ വിശ്വാസം എന്നുള്ളത് അവർ ത്രിത്വം എന്നാക്കി. സാലിസു സലാസ, ട്രിനിറ്റി, മൂന്നും കൂടിയ ഒന്ന് എന്നാക്കി. അതൊക്കെയാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന രീതി. പിന്നെ അള്ളാഹു ഇറക്കിയ വേദഗ്രന്ഥത്തിലൊന്നും തന്നെ, പ്രവാചകന്മാർ കൊണ്ടുവന്ന് പഠിപ്പിച്ച മതത്തിലൊന്നും തന്നെ പൗരോഹിത്യം എന്നൊരു സംഗതിയില്ല. എന്ന് പറഞ്ഞാൽ പുരോഹിതന്മാർ, റുഹ്ബാനൊക്കെ പറഞ്ഞില്ലേ നേരത്തെ നമ്മൾ പഠിച്ച, അവർക്ക് അപ്രമാദിത്വം നൽകിക്കൊണ്ടുള്ള ഒരു രീതി ഇന്നും അതുണ്ട്. ഇതിലുണ്ട്. ഇപ്പോൾ ക്രിസ്തു മതമാണ് ലോകത്തിലെ ഏറ്റവും വലിയ മതം. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ദൈവപുത്രനായി അംഗീകരിക്കുന്ന ആളുകളാണ് ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ. മൂസാ നബി അതിൻ്റെ മുമ്പ് വന്നിട്ടുണ്ട്. പക്ഷെ ജൂതന്മാർ എന്തേ ഉള്ളൂ, വളരെ കുറച്ചുള്ളൂ. അതെ. അപ്പോൾ ഇങ്ങനെ എണ്ണം കുറവാകാൻ കാരണം എന്താണ്? മതപരിവർത്തനം ആരിലില്ല? ജൂതന്മാർ. ജൂതനായ ഒരു പിതാവിനും മാതാവിനും ജനിച്ച ഒരു പുത്രനാണ് അല്ലെങ്കിൽ ഒരു പുത്രിയാണ് ആരാകുന്നത്? ജൂതനാണ്. ഒരു കലിമല്ലി കൊടുത്താൽ അങ്ങനെ ഷഹാദത്ത് ചൊല്ലിയിട്ട് ഇതിന് വരുന്ന രീതി. അതുകൊണ്ടാണ് ജൂതന്മാർ എണ്ണത്തിൽ കുറവ്. എന്നാൽ ഏറ്റവും കൂടുതൽ മതപരിവർത്തനം നടത്തുന്ന, അതേപോലെ തന്നെ ഈ മതത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ച് പ്രബോധനം നടത്തുന്ന ഒരു വിഭാഗമായിരുന്നു ഒരു ക്രിസ്ത്യാനി. ഇപ്പോഴും മിഷനറി പ്രവർത്തനങ്ങൾ എല്ലാ ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ എണ്ണത്തിൽ കൂടുതലായിട്ടുണ്ട്. അപ്പം അവരിൽ ഉള്ള ഈ പൗരോഹിത്യം ഇന്നും നിലനിൽക്കുന്നുണ്ട്. അവരുടെ പോപ്പ് അല്ലേ, അവരാണ് ഈ പുരോഹിതന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും അവർ അപ്രമാദിത്വം നൽകുന്ന പുരോഹിതൻ. അവിടുന്ന് ശേഷം ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ വന്ന് പിന്നെ നമ്മുടെ മഹലിലെ ഖാദിയാരില്ലേ, അതേപോലെയാണ് ഇടവകയിലെ ഫാദർ. അവിടുത്തെ സംഗതികളൊക്കെ എല്ലാ ഞായറാഴ്ചയും അവർ ഒരുമിച്ച് കൂടി അവിടെ കുർബാന നടത്തുന്നു. അപ്പോൾ ഈ ഇടയന്മാർ അവിടെ വന്നാൽ, ഇടവകയിലെ സാധുക്കളായ ആൾക്കാർ വന്നാൽ ആഴ്ചയിൽ അവർ തെറ്റ് ചെയ്താൽ അത് അച്ഛൻ്റെ മുമ്പിൽ എന്ത് ചെയ്യുന്നു? ഏറ്റു പറയുന്നു. അച്ഛൻ പ്രസാദിച്ചാൽ അവരുടെ തെറ്റ് പൊറുക്കുന്നു. പൗരോഹിത്യം നോക്കൂ, നമ്മൾ പൊറുക്കലിനെ തേടുന്ന ആരോടാണ്? എത്ര സുഖമാണ് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഡയറക്റ്റ് പഠിച്ചോ. കാരണം ആ പഠിച്ചോൻ്റെ മുമ്പൊക്കെ ചെല്ലാനുള്ളത്. പഠിച്ചോനെ നീ പുറത്താൽ തന്നെ നമുക്ക് രക്ഷയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം അതാണ് നിയാസം കേട്ടോ. അപ്പം ഇപ്പോഴും എന്തുണ്ട് അതിലിങ്ങനെ വെളിച്ചം പറ്റ തുടച്ച് നിൽക്കാൻ കഴിയില്ല. പഠിച്ചോനെ ഇറക്കിയൊരു വേദഗ്രന്ഥമല്ലേ. അതുകൊണ്ട് പിന്നെ ഇതേപോലെയുള്ള മത നിയമങ്ങൾ, വിധികളൊക്കെ എന്ത് ചെയ്തു? അവർ സ്വാർത്ഥങ്ങൾക്ക് വേണ്ടി മാറ്റിമറിച്ചു. നബിനോട് അതാ പറയുന്നത്. ജനങ്ങളെ തന്നിഷ്ടങ്ങൾക്കും അവരുടെ താല്പര്യങ്ങൾക്കും അവരുടെ ഇച്ഛകൾക്കും അനുസരിച്ച് അവരെ പിന്തുടർന്ന് നബി നിങ്ങൾ പോകരുത്. നിങ്ങൾ അള്ളാഹിൻ്റെ കൽപ്പനയാണ് നിങ്ങൾ പിന്തുടരേണ്ടത് എന്ന് പറയുന്നു. ഇനി നോക്കൂ, നമ്മള് വഅൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ്, താങ്കളിലേക്കും നാം അൽ കിതാബിനെ ഇതാ ഇറക്കിയിരിക്കുന്നു. അൽ കിതാബ് ഏതാണ്? അൽ ഖുർആൻ. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹി അൽ ഖുർആൻ. അൽ കിതാബ്. വഅൻസൽനാ ഇലൈക്കൽ കിതാബ എങ്ങനെയാണ് ഇറക്കുന്നത്? ബിൽ ഹഖ്. അത് വളരെ സത്യസന്ധമായ നിലയിലാകുന്നു പ്രവാചകരെ താങ്കൾക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ളത് എന്നാണ്. സത്യത്തിൻ്റെ കാവൽ ആളായിക്കൊണ്ടാണ്. അതും എങ്ങനെയാണ്? മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി മിനൽ കിതാബ്, അതിന് മുമ്പ് വന്നിട്ടുള്ള എല്ലാ വേദഗ്രന്ഥങ്ങളെയും സത്യപ്പെടുത്തുന്നു. ഏത്? വിശുദ്ധ ഖുർആൻ. ആദിമ മനുഷ്യന് അള്ളാഹു കൊടുത്ത ഹുദയും നൂറും എന്താണ്? അതാ
ആരോടാ പറഞ്ഞേ? ആദം നബിയോടാണ് പറഞ്ഞത്. ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഹുദയെ വിടണ്ട. ഹുദയെയാണ് മനുഷ്യന്മാരെ നിങ്ങൾ പിൻപറ്റേണ്ടത്, നെഞ്ചേറ്റേണ്ടത് ഹവയെ അല്ല. എന്തിനെയല്ല? കാണാനും കേൾക്കാനും ഒക്കെ ഒരേ ഏകദേശം ഒരു സാമ്യമുള്ളതാണെന്ത്? ഹുദ ഹ വ. അപ്പൊ അതിനെ നിങ്ങൾ ഹുദയെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. സത്യമായി ഇതിനു മുമ്പുള്ള എല്ലാ വേദഗ്രന്ഥങ്ങളെയും സത്യപ്പെടുത്തുന്ന, ശരിവെക്കുന്നത് ആകുന്നു ഈ വേദഗ്രന്ഥം. മാത്രവുമല്ല വമുഹൈമിനൻ അലൈഹി, വമുഹൈമിനൻ അലൈഹി, അതിൽ വന്നിട്ടുള്ള ഹുദയെ കാത്തുരക്ഷിക്കുന്നതുമാകുന്നു. മുഹൈമിൻ എന്ന് പറഞ്ഞാൽ എന്താ? അതിനൊക്കെ സംരക്ഷിക്കുക തന്നെയാണ് ചെയ്യുന്നത്. കാരണം ഈ ഉമ്മത്തിന് അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹ സൂക്തമായി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് സൂറ അൽ ബഖറയിലെ അവസാനത്തെ അല്ലേ 2 ആയത്തില്ലേ നമ്മൾ പഠിച്ചല്ലോ അല്ലേ? ഈ ഉമ്മത്തിന്റെ അനുഗ്രഹം എന്ന് പറയാൻ എന്താണ്? ഓതി നോക്കി. ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ. ആമനർ റസൂൽ, അള്ളാഹുവിന്റെ റസൂൽ വിശ്വസിച്ചിരിക്കുന്നു. എന്തേ വിശ്വസിച്ചത്? ബിമാ ഉൻസില ഇലൈഹി, തന്നിലേക്ക് അവതരിപ്പിച്ചിട്ടുള്ളതിൽ, ഖുർആനിൽ. പിന്നെ ആരാ വിശ്വസിച്ചത്? വൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികളും വിശ്വസിച്ചിരിക്കുന്നു. ആമനർ റസൂൽ ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി, തന്റെ രക്ഷിതാവിൽ നിന്ന് അവതരിച്ചത്. വൽ മുഅ്മിനൂൻ. പിന്നെയോ കുല്ലുൻ ആമന ബില്ലാഹ്, അവരെല്ലാവരും അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. പിന്നെയോ വമലായികതിഹി, ഈമാൻകാരെ പറയുന്നത് അല്ലേ? ഈമാൻകാരെ പിന്നെ പറയുന്നത് കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി. അള്ളാഹ് ഈ ഭൂലോകത്തേക്ക് ഇറക്കിയ എല്ലാ വേദഗ്രന്ഥങ്ങളിലും അള്ളാഹു നിയോഗിച്ച സകലമാന പ്രവാചകന്മാരിലും ആര് വിശ്വസിച്ചിട്ടുണ്ട്? ഈ നബി വിശ്വസിച്ചിട്ടുണ്ട്. നബിയെ വിശ്വസിച്ച എല്ലാ വിശ്വാസികളും വിശ്വസിച്ചു. ആ പ്രവാചകന്മാർക്കിടയിൽ നമ്മൾ എന്ത് കൽപ്പിക്കുന്നില്ല? ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി. അള്ളാഹ് നിയോഗിച്ച പേരെടുത്ത് പറഞ്ഞ പ്രവാചകന്മാരാകട്ടെ, പേര് പരാമർശിക്കാത്ത പ്രവാചകന്മാരാകട്ടെ, ലക്ഷക്കണക്കിന്, അവർക്കിടയിൽ യാതൊരു വിവേചനവും നാം കൽപ്പിക്കുന്നില്ല. എല്ലാം അള്ളാഹിന്റെ മുർസലുകളാണ്. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി. വഖാലൂ, എന്നിട്ട് അവരെന്താ പറയുന്നത്? സമീഅനാ വഅതഅനാ, ഈ അധ്യാപനങ്ങൾ ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിക്കുന്നു. സമീഅന ഗുഫ്രാനക റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളോട് പൊറുക്കേണമേ. വഇലൈക്കൽ മസീർ, നിന്നിലേക്കാണ് റബ്ബേ ഞങ്ങൾക്ക് മടങ്ങി വരാനുള്ളത്. പിന്നെ ആശ്വാസവചനങ്ങളാണ് വരുന്നത്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, ഒരു വ്യക്തിയോടും അവന്റെ കഴിവിൽപ്പെട്ടതല്ലാതെ അള്ളാഹു കൽപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് എത്ര കഴിവുണ്ടെന്ന് ആർക്കറിയാം? അള്ളാഹ്ക്കറിയാം. പിന്നെ ആർക്കറിയാം? നിങ്ങൾക്കും അറിയാം. അത് ചെയ്തോളി. എത്ര സുഖമായി ദീനെ ആലോചിച്ച് നോക്കി. അതുകൊണ്ട് എനിക്കൊന്നും കഴിയില്ലാന്ന് നടക്കണല്ല കേട്ടോ. കഴിവ് ഓരോരുത്തർക്കും എത്ര ഉണ്ട് എന്നാണ്. എനിക്കും അതിനൊന്നും കഴിയില്ല, അതല്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ ലഹാ മാ കസബത്, അവൻ എന്ത് പ്രവർത്തിച്ചോ അതിൻ്റെ പ്രതിഫലം അവനുണ്ട്. വഅലൈഹാ, അവന് ശിക്ഷയായിട്ടുണ്ട്. എന്ത്? മക്തസബത്, തെറ്റിൽ നിന്ന് അവൻ എന്ത് ചെയ്തോ അതിൻ്റെ ശിക്ഷയും അവനുണ്ട്. റബ്ബനാ ലാ തുആഖിദിനാ ഇൻ നസീനാ, ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങൾ മറന്നു പോയതിൻ്റെ പേരിൽ നീ ഞങ്ങളെ പിടികൂടി ശിക്ഷിക്കരുതേ. റബ്ബനാ ലാ തുആഖിദിനാ, റബ്ബേ ഞങ്ങളെ പിടികൂടി ശിക്ഷിക്കരുത്. ഇൻ നസീന, കാരണം നസി അൽ ഇൻസാനു യൻസ, മനുഷ്യൻ എന്ത് ചെയ്യും? മറന്നു പോകും. മറന്ന ഒരു കാര്യത്തെക്കുറിച്ച് എന്തില്ല? മലക്കുകൾ രേഖപ്പെടുത്തൂല. മറന്നിട്ട് ഇങ്ങനെ അമല് ചെയ്യാതെ നിൽക്കുകയാണെങ്കിൽ മലക്കുകളുടെ പേര വെക്കും.
കേട്ടോ. ഓർമ്മയായിട്ടും ചെയ്തിട്ടില്ലെങ്കിൽ ഓർത്തിട്ടും എൻ്റെ പണി ഇതാണല്ലേ, എന്ത് ചെയ്യും, മിസ്സായി, മിസ് ചെയ്തിട്ടില്ല. അതാണ് നിസ്കരിക്കാൻ മറന്നു കഴിഞ്ഞാൽ എന്താണ് തെറ്റുണ്ടോ? ഇല്ല. ഓർമ്മയായ ഉടനെ എന്ത് ചെയ്യണം? അപ്പോൾ 2 കാര്യത്തിൽ നമുക്ക് അല്ലാഹ് അഫ്വ് വന്നിട്ടുണ്ട്. ഒന്ന് എന്താണ് അന്നിസിയാനു വന്നവും, ഉറങ്ങിക്കഴിഞ്ഞാൽ. ഉറക്കണ ആരാണ്? പഠിച്ചോരാണ്. അതുകൊണ്ട് സുബൈക്ക് നിശ്ചയിക്കാൻ എന്നിട്ട് പഠിച്ചോ ഉറക്കിയത് കിടക്കാൻ നിൽക്കണ്ടായിട്ടു 2:30 കളിയിട്ടിട്ട് എന്ന് കാണുന്നു ആണ്ട് ഉറങ്ങിപ്പോയതാ എന്ന് പറഞ്ഞ് നിൽക്കേണ്ടതില്ല. അപ്പോൾ ഉറങ്ങിപ്പോയാൽ, മറന്നു പോയാൽ അവിടെ നമുക്ക് എന്തുണ്ട്? അഫ്വുണ്ട്. ഉണർന്ന ഉടനെ എന്ത് ചെയ്യണം. ഓർമ്മയായ ഉടനെ എന്ത് ചെയ്യണം? അത് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതാണ് ലാ തുആഖിദ്നാ ഇൻ നസീന ഔ അഖ്തഅന, അല്ലെങ്കിൽ പിഴവ് പറ്റിയാൽ, പഴിച്ചിട്ട് ചെയ്താൽ കാര്യങ്ങൾ മനസ്സിലായി അറിവ് നേടിയ ഉടൻ എന്ത് ചെയ്യണം? അത് തിരുത്തണം. പിന്നെ എന്താ നോക്കി, എത്ര എന്തായാലും നമ്മൾ പറയാം, മനുഷ്യൻ്റെ ജീവിതത്തിന് അനുയോജ്യമായ രീതിയിലാണ് പഠിച്ചോൻ ഇത് നമുക്ക് തന്നിട്ടുള്ളത്. എക്കോ ഫ്രണ്ട്ലി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അപ്പോൾ ഇത് ഏത് ഫ്രണ്ട്ലിയാണ്? അല്ലാതെ നിയമങ്ങൾ ഹ്യൂമൻ ബീയിങ് ഫ്രണ്ട്ലി എന്ന് പറയാം. ഇംഗ്ലീഷിൽ തെറ്റുണ്ടോ അത് സംഗതി? അറൻ സാഹിബ് ഇല്ലല്ലോ. അപ്പോൾ ഖുർആൻ്റെ നിയമങ്ങൾ എന്താണ്? ഫ്രണ്ട്ലിയാണ്. ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅന. പിന്നെന്താ? അതെ, എല്ലാ ആനുകൂല്യങ്ങളാണ് പഠിച്ചു നൽകിയിട്ടുള്ളത്. ഇളവുകളാണ്, ആനുകൂല്യങ്ങൾ. എന്നിട്ടും മനുഷ്യർ കാട്ടിൽ നോക്കും, നിങ്ങൾ ധിക്കാരല്ലേ. ബാക്കി എന്താണ്? റബ്ബനാ വലാ തഹ്മിൽ അലൈനാ ഇസ്റാ. അല്ലാഹുവേ, ഞങ്ങളുടെ മേൽ നീ വഹിപ്പിക്കരുത്. ഇത് ഇസ്ർ എന്ന് പറഞ്ഞാൽ സിഖൽ എന്ന ഭാരം. ഇസ്റുൻ സ്വാദ് കേട്ടോ. റബ്ബനാ വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ, ഭാരം വഹിപ്പിക്കരുതേ റബ്ബേ. ഇതുപോലെ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിനാ, ഞങ്ങളുടെ മുമ്പുള്ള പൂർവികരിൽ നീ വഹിപ്പിച്ച പോലുള്ള ഭാരം ഞങ്ങളിൽ നീ വഹിപ്പിക്കരുത്. പടച്ചോൻ ഒരു ഭാരം ഈ ദീനിൻ്റെ, ഇനി ശരീഅത്തും മിൻഹാജും ഒക്കെ പറയുന്നുണ്ട് തുടർന്നുള്ള ആയത്തുകളിൽ. ഇസ്ലാമിക ശരീഅത്തിലോ ഇസ്ലാമിക ജീവിത നടപടിക്രമങ്ങളിലോ ഒരു ഭാരവും പഠിച്ചുണ്ടാക്കിയിട്ടില്ല. പിന്നെ ആരാ ഭാരം ഉണ്ടാക്കുന്നത്? നമ്മൾ തന്നെ സ്വന്തം ഭാരാക്കുകയാണ്. നമ്മൾ നമ്മുടെ വക കൂട്ടിച്ചേർത്ത് ഇടങ്ങേറുണ്ടാക്കി തലയിൽ വെച്ചിട്ട് പഠിച്ചോനെ എന്ന് പറഞ്ഞതിന് പഠിച്ചോ ഉത്തരവാദിയല്ല. വലാ തഹ്മിൽ അലൈന ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിനാ. പിന്നെന്താ? റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബി. ഞങ്ങൾക്ക് കഴിവില്ലാത്ത ഒന്നും ഞങ്ങളുടെ മേൽ നീ വെച്ച് തരരുതേ, ഞങ്ങളെ നീ വഹിപ്പിക്കരുതേ റബ്ബേ. ദുആൻ മനസ്സിൽ തട്ടി നമ്മൾ തേടേണ്ട ദുആൻ. വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബി. പിന്നെന്ത് ചെയ്യണം? വഅഫു അന്നാ, മാപ്പാക്കണേ. വർഹംനാ, നിന്റെ കരുണ കാണിക്കണമേ, കരുണ ചൊരിയണമേ. വഗ്ഫിർ ലനാ, ഞങ്ങളോട് പൊറുക്കണമേ. അന്ത മൗലാന, നീയാണ് ഞങ്ങളുടെ രക്ഷകൻ. അന്ത മൗലാന വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. ഈ സത്യനിഷേധികളായ ആളുകൾക്കെതിരിൽ ഞങ്ങളെ നീ സഹായിക്കണേ റബ്ബേ. അപ്പോൾ ഇതുതന്നെയാണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ. ശരിക്ക് ഇവിടെ ഈ മതം ഒന്നുമില്ല. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്, അല്ലെങ്കിൽ മതം കൊണ്ട് മനുഷ്യരൊന്നും കിട്ടുന്നില്ല. മതം ഉണ്ടാക്കിയത് ആരെന്നെയാണ്? പിന്നെ വയലാറിൻ്റെ മറ്റേ വരികളുണ്ടല്ലോ, ഏത്? മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി
മനസ്സു പങ്കുവച്ചു, മണ്ണു പങ്കുവച്ചു. കവിത കേട്ടോ, ആരെഴുതിയത്? വയലാർ എഴുതി. പാടിയ പിന്നെ നല്ല ഈണത്തിൽ വേറെ ആരെങ്കിലും പാടിക്കാണ്. ഈ പറഞ്ഞ ഓരോ സംഗതികൾ എടുത്ത് ആലോചിച്ച് നോക്കി. ഇപ്പോൾ നമ്മൾ ഈ പഠിച്ച ഖുർആനിലെ ഈ ആയത്തുകളൊന്നും എടുത്ത് പരിശോധിച്ചു. മനുഷ്യനാ മതങ്ങളെ സൃഷ്ടിച്ചത്? മതങ്ങളാ ദൈവങ്ങളെ സൃഷ്ടിച്ചത്? ദൈവങ്ങളെ സൃഷ്ടിച്ചത് ചിലപ്പോൾ എന്തായിരിക്കും? ദൈവങ്ങളാണ് അല്ലേ? ആ മനുഷ്യനും കുറേ ദൈവങ്ങൾ ഉണ്ടാക്കുകയാണ്, മനുഷ്യനുണ്ടാക്കി. അപ്പോൾ മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മനുഷ്യന്മാരുടെ മനസ്സിനെയും പങ്കുവച്ചു, പിന്നെ മണ്ണിനെയും പങ്കുവച്ചു. അങ്ങനെ ഇനി കുറേ ഉണ്ട് അതിലും പറയുന്നത്. അപ്പോൾ അത് ശരിക്കും മതത്തെക്കുറിച്ചും മതത്തിൻ്റെ അടിസ്ഥാനത്തെക്കുറിച്ചും മനുഷ്യ ചരിത്രത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ ശരിക്കും ഖുർആൻ അതാണ് നമുക്ക് മനുഷ്യൻ്റെ അറിവിനെ പ്രോജ്വലിപ്പിക്കുന്ന ആയത്തുകളാണ് ഖുർആനിൽ. ചരിത്രം പറയുകയാണെങ്കിൽ അവിടെ നമുക്കൊരു ഉന്മേഷം ഉണ്ടാവും, ഒരു ഉഷാറുണ്ടാവും. അത് ശരിക്കും ആ രീതിയിൽ നമ്മൾ പഠിക്കുകയും വായിക്കുകയും ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായി രഹസ്യമായും പരസ്യമായും പറ്റിപ്പോയ ധാരാളം തെറ്റുകൾ വന്നു പോയിട്ടുണ്ട് തമ്പുരാനെ. എല്ലാം അറിയുന്നവനെ, ഞങ്ങളുടെ ജീവനാടിയേക്കാൾ ഞങ്ങളോട് സമീപസ്ഥനെ, ഞങ്ങളുടെ മനസ്സിൻ്റെ മന്ത്രങ്ങൾ അറിയുന്നവനെ, നിന്റെ കൃപ കൊണ്ടതെല്ലാം ഞങ്ങൾക്ക് നീ പുറത്തും മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. രോഗികൾക്ക് ശിഫയും ശമനവും നൽകണമേ. ഞങ്ങളുടെ ഇടകളിലൂടെ മക്കളിലൂടെ ഞങ്ങൾക്ക് നീ കൺകുളിർമ പ്രദാനം ചെയ്യണമേ. ജീവിതായോധനത്തിന് വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന ഞങ്ങളുടെ കച്ചവടങ്ങളിലും ഞങ്ങളുടെ തൊഴിലുകളിലും ഞങ്ങളുടെ കൃഷിയിലും ഞങ്ങളുടെ മറ്റെല്ലാ ഏർപ്പാടുകളിലും എല്ലാവിധ ഖൈറും ബർക്കത്തും നീ ചൊരിഞ്ഞു തരണമേ തമ്പുരാനെ. വലിയ കടബാധ്യതകളിൽ നിന്നും സാമ്പത്തിക ഞെരുക്കങ്ങളിൽ നിന്നും ഞങ്ങളെയൊക്കെ നീ കാക്കണമേ നാഥ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വസല്ലല്ലാഹു തആല അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.